നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തലസ്ഥാന കോർപ്പറേഷൻ ബി സ്വന്തമാക്കിയ ശേഷം ആദ്യമായി നഗരത്തിലെത്തുകയാണ് പ്രധാനമന്ത്രി. നഗരവാസികൾക്കായി അദ്ദേഹം വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയാണ് നഗരം പുലർത്തുന്നത്. വർഷങ്ങളായി നടപ്പാകാതെ കിടക്കുന്ന പദ്ധതികൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനൊപ്പം അടുത്ത വികസന കുതിപ്പിനുള്ള നാന്ദി കുറിക്കലാകും ഈ സന്ദർശനമെന്നും പൊതുവെ കരുതുന്നുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ബി പിടിച്ചതിന്റെ ആഹ്ലാദം പങ്കിടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തലസ്ഥാനത്ത് നിന്നും നഗരവികസനവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നുമുള്ള മുന്നറിയിപ്പ് ബി നൽകുന്നുണ്ട്. തലസ്ഥാന നഗരത്തിന്റെ വികസനം സംബന്ധിച്ച പ്രാഥമിക പഠനം പ്രധാനമന്ത്രി അറിയിക്കുക മാത്രമാണ് വെള്ളിയാഴ്ച നടക്കുകയെന്നതും സമഗ്രമായ രൂപരേഖ വിശദമായ പഠനത്തിന് ശേഷമേ ഉണ്ടാകുകയുള്ളൂ എന്നും മേയർ വി രാജേഷ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബി ഭരണമേറ്റാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തെ ജനങ്ങളെ കാണുമെന്ന വാഗ്ദാനം നിറവേറ്റപ്പെടുകയാണ്. അധികാരമേറ്റ് 25 ദിവസം പിന്നിടുന്ന ഭരണസമിതിക്ക് 10 ദിവസത്തോളം വിവിധ സ്ഥിരസമിതി തിരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവിടേണ്ടി വന്നു. തദ്ദേശ മന്ത്രിയെയും മുഖ്യമന്ത്രിയും കണ്ടിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട്. വിവിധ രംഗങ്ങളിലെ പ്രമുഖരിൽ ചിലരുമായി മാത്രമേ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളൂ. നഗരവികസന സെമിനാറിന് പുറമെ ഫെബ്രുവരിയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കും. അന്യസംസ്ഥാനങ്ങളിൽ നഗരവികസനം വിജയകരമായി നടപ്പാക്കിയ മേയർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. 101 വാർഡുകളിൽ 46 എണ്ണത്തിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത്. കുടിവെള്ള വിതരണത്തിലെ അപാകം പരിഹരിക്കാൻ 1000 കോടി രൂപയുടെ 4 പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഇത്തരം വിഷയങ്ങളിൽ പദ്ധതി തുക ഉൾപ്പെടെ വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. സർക്കാർ, മറ്റ് ഏജൻസികൾ, വിദഗ്ധർ തുടങ്ങിയ എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്നും മേയർ പറഞ്ഞു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ MR ഗോപൻ, കരമന വി സത്യവതി എന്നിവരും പങ്കെടുത്തു. തലസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് കൈമാറുന്ന തരത്തിൽ വ്യാപക പ്രചരണം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി നേടിയ വിജയം രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രി എടുത്തു പറയുന്നുമുണ്ട്. ബിയുടെ വികസന പദ്ധതികളെ ജനം അംഗീകരിച്ചതിന്റെ തെളിവായാണ് തിരുവനന്തപുരത്തെ ബി വിജയത്തെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നഗരം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ 2 മണി വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. ഈ സമയത്ത് ശംഖുമുഖം ആഭ്യന്തര വിമാനത്താവളം, ശംഖുമുഖം ഓൾ സെയിൻസ്, ചാക്കാപ്പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, രക്തസാക്ഷി മണ്ഡപം, VJT മെയിൻ ഗേറ്റ്, സ്റ്റാച്യു, പുളിമൂട് ആയുർവേദ കോളേജ്, ഓവർ ബ്രിഡ്ജ്, മേലെ പഴവങ്ങാടി, പവർ ഹൗസ് ജംഗ്ഷൻ, ചൂരക്കാട്ട് പാളയം വരെ റോഡിന്റെ ഇരുഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. 10 മണി മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും ഗതാഗതം വഴിതിരിച്ചുവിടും. കിഴക്കേക്കോട്ട ഭാഗത്തുനിന്ന് പുറപ്പെടുന്ന KSRTC ബസ്സുകൾ അട്ടക്കുളങ്ങര ഭാഗത്തു നിന്നാണ് സർവീസ് നടത്തുന്നത്.